ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ നല്ലൊരു അടിപൊളി റിച്ച് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ഫ്രൂട്ട് കേക്കാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു കേക്കും ഇഷ്ടപ്പെടും. എപ്പോഴും പറയുന്ന പോലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ ആദ്യം തന്നെ നമുക്കൊന്ന് ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ 120 ഗ്രാം ചെറീസാണ് എടുത്തിരിക്കുന്നത്. ചെറീസാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ അത് ക്വാണ്ടിറ്റി ഒട്ടും കുറക്കാതെ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഡ്രൈ ചെറീസാണ് എടുത്തിരിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് നോർമൽ ചെറീസും എടുക്കാം. ഇത് ഞാനിവിടെ ഓറഞ്ച് ജ്യൂസിലാണ് ഒന്ന് സോക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റമ്മിലോ അല്ലെങ്കിൽ വിസ്കിയിലൊക്കെ സോക്ക് ചെയ്ത് മാറ്റാവുന്നതാണ്. ചെറി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടി കൂടി ചേർക്കുന്നുണ്ട്. ടൂട്ടി ഫ്രൂട്ടി തിരിച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതും കൂടി ആകുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ചേർത്തത്. അപ്പോൾ ഇതൊന്ന് ഓവർനൈറ്റ് സോക്ക് ചെയ്യാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. 1/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. 1/2 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ 70 ഗ്രാം ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. ഞാൻ പകുതി ബട്ടറും പകുതി ഓയിലുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ 70 ഗ്രാം തന്നെ ഓയിൽ കൂടി എടുക്കണം. പിന്നെ 2 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസ്, 1/4 കപ്പ് ബട്ടർ മിൽക്ക്, പിന്നെ 50 ഗ്രാം വാൾനട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ 120 ഗ്രാം ചോക്ലേറ്റ് ചിപ്സും, പിന്നെ 3 മുട്ട കൂടി എടുക്കുന്നുണ്ട്. ഒരു ഡ്രൈ ക്ലീൻ ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 70 ഗ്രാമാണ് ബട്ടർ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഞാൻ പൊടിച്ച പഞ്ചസാര മൊത്തത്തിൽ 200 ഗ്രാംസ് ആണ്. അപ്പോൾ ആദ്യം പകുതി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മുട്ട ചേർക്കുമ്പോൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം ബട്ടറൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ മുട്ടയായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സായി കിട്ടിക്കോളും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ. മറ്റേതാകുമ്പോൾ ചിലപ്പോൾ നമുക്കതൊന്ന് അടിഞ്ഞ് നല്ലോണം പതഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എപ്പോഴും ഓരോന്നും മുട്ടയായിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മുഴുവനായിട്ടും ബട്ടറിലാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം തന്നെ 140 ഗ്രാം ബട്ടർ എടുത്തിട്ട് ബീറ്റ് ചെയ്ത് നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലോർ മിക്സ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ അരിച്ചു വെച്ച ഫ്ലോറ് നമ്മൾ ഒന്നുകൂടി ഒന്ന് സീവ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് കൊക്കോ പൗഡർ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്കൊന്ന് അരിച്ച് ചേർക്കുന്നത്. അപ്പോൾ പകുതി ഒന്ന് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ബാക്കിയുള്ളത് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഒരുമിച്ചിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മിക്സിങ് കുറച്ച് പാടായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ബട്ടർ മിൽക്ക് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. സൈഡിലൊക്കെ പറ്റി കിടക്കുന്നത് നമ്മളൊരു സ്പാച്ചില വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ 1/4 കപ്പ് ബട്ടർ മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബട്ടർ മിൽക്ക് ഞാൻ പറഞ്ഞ പോലെ 1/4 കപ്പ് പാലിൽ 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചതാണ്
ബട്ടർ മിൽക്ക്. അതൊരു 5 മിനിറ്റോളം വെയിറ്റ് ചെയ്തതിന് ശേഷം അത് ബട്ടർ മിൽക്ക് ആയിട്ടുണ്ടാവും ആ സമയത്ത്. അപ്പോൾ അത് ഇതിൽ ചേർക്കുമ്പോൾ നല്ലൊരു ടെക്സ്ചർ നമ്മുടെ കേക്കിന് കിട്ടും. പാലൊഴിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ബട്ടർ മിൽക്ക് ഒഴിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് സ്പാച്ചിൽ വെച്ച് ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട് മിക്സിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വാൾനട്ട് കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വാൾനട്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബദാമോ കാഷ്യൂസോ ഏതാ ഉള്ളതെങ്കിൽ അത് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇത് നമ്മൾ ഈ ഒരു മിക്സ്ചറിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ 120 ഗ്രാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ ചേർത്തിട്ട് ഇനി സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫൈനൽ മിക്സിംഗ് ആണിത്. ഇതോടി കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് വെക്കാം. ഇനി ഒരു പ്രീ ഹീറ്റഡ് ഓവനിലേക്ക് നമ്മളിത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓവൻ 170 ഡിഗ്രി സെൽഷ്യസിൽ ഹാഫ് ആൻ അവർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടാവണം. എന്നിട്ട് നമ്മളിതൊന്ന് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല റിച്ചായ കേക്ക് ആയതുകൊണ്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. എനിക്കൊരു 1 അവറോളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് ആസ് യൂഷ്വൽ നമ്മളൊന്ന് ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം നമ്മൾ ഓവനിലേക്ക് എടുത്തു വെക്കാൻ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമുക്ക് നല്ല കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് കേക്കാണ്, അതേസമയം നല്ല റിച്ചുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെ ചോക്ലേറ്റ് ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ നല്ല ഇഷ്ടപ്പെടും. പിന്നെ വേറെ സ്പൈസസ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടുമില്ല. അപ്പോൾ ആ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.